എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഹയർ സെക്കൻഡറിയുടേത് വൈകുന്നേരം 5 മണി വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് വൈകുന്നേരം 4 മണി വരെയുമാണ് അഡ്മിഷൻ. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് വൈകുന്നേരം 4 മണി വരെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇഷ്ടമില്ലാത്ത സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 529 ആണെന്ന് വിചാരിക്കാം. എന്നാൽ സ്കൂളിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ, ആ ഒരു സ്കൂളിൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു 320 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് അവിടെ കിട്ടുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനായിട്ട് ചെയ്യേണ്ടത്, ഹയർ സെക്കൻഡറി വിഭാഗമാണെങ്കിൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗമാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, HSCAP വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ SWS, MRS അതുപോലെ സ്പോർട്സ് എന്നിങ്ങനെ 3 ലോഗിനുകൾ കാണാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ലോഗിനുകൾ വഴിയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച ശേഷം അടുത്ത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇവിടെ കൊടുക്കേണ്ടത്, HSCAP വെബ്സൈറ്റ് ആണെങ്കിൽ യൂസർ നെയിമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക, ലോഗിൻ ചെയ്യുക. VHSCAP വെബ്സൈറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് തന്നെയുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത്, അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ VHSC വെബ്സൈറ്റ് ആണെങ്കിൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ലോഗിൻ ചെയ്യാനായിട്ട് വരിക. അപ്പോൾ ഇവിടെ യൂസർ നെയിമായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് VHSC വെബ്സൈറ്റിൽ കൊടുക്കേണ്ടത്. VHSC വെബ്സൈറ്റാണിത്, ഹയർ സെക്കൻഡറിയുടേതല്ല. അപ്പോൾ ഇത് VHSC വെബ്സൈറ്റിൽ യൂസർ നെയിം എന്ന് പറയുന്നത് മൊബൈൽ നമ്പറാണ്, നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ്. അതിൽ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം. അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ അത് അവിടെ നിങ്ങൾ നൽകുക, ലോഗിൻ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണെങ്കിൽ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ എത്തുന്ന ഒരു പേജാണ് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെത്തും. അപ്പോൾ അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ്, അതുപോലെ തന്നെ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരുണ്ടാവും, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണെങ്കിലും റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അടുത്ത പേജിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ ഓപ്ഷൻ്റെയും റാങ്ക് ഡീറ്റെയിൽസും, അതായത് നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്ത സമയത്ത്, അതായത് 1 2 3 4 5, അപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്തിരുന്ന സമയത്ത് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് മുകളിലുള്ള 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെ റാങ്ക് ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതായത് ഈ ഒരു വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ അത്രയും ഓപ്ഷൻസിൻ്റെ ആ റാങ്ക് ഡീറ്റെയിൽസേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എല്ലാ ഓപ്ഷൻ്റെയും ആ ഒരു യുവർ റാങ്ക് ഡീറ്റെയിൽസും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതായത് നിങ്ങൾ എത്ര ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്, ഓരോ സ്കൂളിലെയും നിങ്ങൾ വെച്ചിട്ടുള്ള ഓരോ ഓപ്ഷൻസിൻ്റെയും നേരെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ യുവർ റാങ്ക് ഡീറ്റെയിൽസും ഉണ്ടാവും.
അപ്പോൾ ഇത് നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ബയോളജി സയൻസ് ആണ് കൊടുത്തത് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എ എന്നൊരു സ്കൂളിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അവിടുത്തെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത്, അതായത് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 620 ആണെന്ന് വിചാരിക്കാം. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 300 ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ എ എന്ന സ്കൂളിൽ തന്നെ കൊമേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊമേഴ്സിൽ എൻ്റെ അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് അതായത് 620 തന്നെയാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 200 ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് മൂന്നാമത്തെ സ്കൂൾ ബി എന്നൊരു സ്കൂളാണ്. അവിടെ ഞാൻ ബയോളജി സയൻസ് ആണ് കൊടുത്തത്. അവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 300 ആണെന്ന് വിചാരിക്കാം. അവിടെ അതായത് ആ ഒരു സ്കൂളിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 270 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി എന്ന സ്കൂളിൽ തന്നെ കൊമേഴ്സ് ആണ്. അവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു കൊമേഴ്സിലുള്ള ഓപ്ഷൻ്റെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 200 ആണെന്ന് വിചാരിക്കാം. അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 73 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഇതിൽ എവിടെയാണ് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ ഒരു റാങ്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ജില്ലയിൽ ഒരു സ്കൂളിൽ ഒരു ഓപ്ഷനിലേക്ക് എത്ര വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും റാങ്ക് ഡീറ്റെയിൽസാണ് ഇവിടെ ലാസ്റ്റ് റാങ്ക് എന്നുള്ള ഭാഗത്ത് കാണിക്കുന്നത്. അത് ആ ഒരു റാങ്കിൽ ആണ് നിങ്ങളുടെ റാങ്ക്, ഈ ഒരു റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു കോഴ്സിലേക്ക് ഒരു ജില്ലയിലെ വിവിധ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാകുമെങ്കിലും എല്ലാവരും ആ ഒരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത്, അതായത് പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് റാങ്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും 300ഉം 270ഉം. അപ്പോൾ ഇവിടെയാണ് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള കൂടുതൽ സാധ്യത ഉണ്ടായിരിക്കുക. അതായത് റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടത്തില്ലേ? എൻ്റെ റാങ്ക് 500 ആണ്, എന്നാൽ സ്കൂളിലെ റാങ്ക് ഒരു 250 ആണ് എങ്കിൽ എനിക്കവിടെ അലോട്ട്മെൻറ്റ് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം ഇവിടെ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു ജില്ലയിൽ ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലേക്ക്, അതായത് ആ ഒരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് ഒരു ജില്ലയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ഓപ്ഷൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് റാങ്കുകൾ, അതായത് യുവർ റാങ്കും അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്കും നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് റാങ്കുകൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം കുറവുള്ളത്, അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത. ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 580 ഒക്കെ ആയിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 150 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടാനാണ് സാധ്യത ഉണ്ടായിരിക്കുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റാങ്ക് ഒരു 620 ആണ്, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് റാങ്ക്, ആ ഒരു സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഒരു 300 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത്, അതായത് ഒരു സ്കൂൾ എ എന്ന സ്കൂളിൽ അതായത് ഒരു ജില്ല, അതായത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം ജില്ലയിലെ എ എന്നൊരു സ്കൂളിൽ ബയോളജി സയൻസിലേക്ക്, അതായത് ഒരു വിദ്യാർത്ഥി മാത്രമല്ല അപേക്ഷിച്ചിട്ടുണ്ടാവുക, നിരവധി, അതായത് 10,000 വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിലെ ആ ഒരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസ് ആയി നിങ്ങളുടെ സ്ഥാനമാണ് നിങ്ങളുടെ റാങ്കായിട്ട് അവിടെ കാണിക്കുന്നത്. ഓരോ കോഴ്സിലും സെപ്പറേറ്റ് റാങ്കുകൾ ഉണ്ടാകുന്നതിന് കാരണം ഓരോ കോഴ്സിലും അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റാങ്കിലും വ്യത്യാസം വരുന്നത്. അതുപോലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്കാണ്. ഇപ്പോൾ 300 എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളിപ്പോൾ ബയോളജി സയൻസിന് നിങ്ങൾ അപേക്ഷിച്ച സ്കൂളിൽ 300 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് 300 എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അവിടെ ആ ഒരു 300 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതല്ല അർത്ഥം. ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 300 എന്നാണ്. അപ്പോൾ അവിടെ 300 സീറ്റൊന്നും ആ ഒരു കോഴ്സിന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ ഒരു 700 ഒക്കെ ആണെന്ന് വിചാരിക്കുക, 700 ആണ്, അല്ലെങ്കിൽ 1000-ൽ കൂടുതലൊക്കെ ആണെന്ന് വിചാരിക്കുക. അവിടെ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ഒരു 200 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കും അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം ഒരു 730ഓളം ആണ് റാങ്ക് ഉണ്ടായിരുന്നത്, എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു സ്കൂളിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000 വിദ്യാർത്ഥികൾ ഒരു സെയിം ഓപ്ഷനിൽ തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു റാങ്ക് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതായത് 620 300 അതുപോലെ തന്നെ ഒരു 300 അതുപോലെ തന്നെ ഒരു 270 ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓപ്ഷനിലൊക്കെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങളുടെ റാങ്കിൽ ഏറ്റവും വ്യത്യാസം കുറവ് എത്രയാണോ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം വ്യത്യാസം റാങ്കിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ റാങ്ക് കിട്ടുന്നതാണ്. കാരണം ഒരു ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് ആ ഒരു ജില്ലയിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടേക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.